നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുതിയ ഈ ഒരു വികസനത്തിൻ്റെ കാലത്ത് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് അതീവ പ്രാധാന്യമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നൽകുന്നത്. പുതിയ മാറ്റങ്ങളുമായിട്ട് ഒരുപാട് വന്ദേ ഭാരതുകളാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം നൽകുന്നത്. വികസന കുതിപ്പിലാണ് വന്ദേ ഭാരത്. ഏതായാലും നമ്മുടെ കേരളത്തിലും വന്ദേ ഭാരത് വന്നപ്പോൾ മലയാളികളുടെ യാത്രാ വേഗതയും അതിനോടൊപ്പം കൂടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും പല ദിവസങ്ങളിലും വന്ദേ ഭാരതിൽ ടിക്കറ്റ് ലഭിക്കാനായിട്ട് ഒരു നീണ്ട കാത്തിരിപ്പ് തന്നെ ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും വന്ദേ ഭാരതുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ കല്ലേറുകൾ വളരെ കൂടുതലായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ വന്ദേ ഭാരത് അവതരിപ്പിച്ച് വെറും 2 ആഴ്ച പിന്നിടുമ്പോഴും ഇത്തരത്തിൽ ആദ്യമായി വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേരളത്തിൽ പല ജില്ലകളിലൂടെയും വന്ദേ ഭാരത് കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ കല്ലേറുണ്ടായിട്ടുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഏതായാലും ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നേരെ ഉണ്ടാകുന്ന കല്ലേറ് സംഭവങ്ങളിൽ പലപ്പോഴും പ്രദേശവാസികളായ യുവാക്കളോ കുട്ടികളോ ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ചെന്നൈയിലൊക്കെ തന്നെ നടന്ന സംഭവത്തിൽ 16നും 18 വയസ്സിനും ഇടയിലുള്ള 4 ആൺകുട്ടികളെയായിരുന്നു RPF പിടികൂടിയിരുന്നത്. കേരളത്തിൽ നടന്ന സമാന സംഭവങ്ങളിൽ തിരൂര്, കുറ്റിപ്പുറം ഈ ഭാഗങ്ങളിലെല്ലാം കല്ലേറുണ്ടായെങ്കിലും കൃത്യമായി പ്രതികളെ പലപ്പോഴും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ കൊച്ചിയിൽ വന്ദേ ഭാരത് ട്രെയിനിന് നേരെയും കല്ലേറ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി 8നും 9നും ഇടയിലായിരുന്നു ആക്രമണം. അങ്കമാലി ആലുവ ഭാഗത്ത് വെച്ചാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ ട്രെയിനിന്റെ ഗ്ലാസിന് കേടുപാട് സംഭവിച്ചു. എന്നാൽ യാത്രക്കാർക്ക് ആർക്കെങ്കിലും പരിക്കേറ്റതായി വിവരമില്ല. സംഭവത്തിൽ CCTV കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കണ്ണൂരിൽ വെച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് നേർക്കും കല്ലേറുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മംഗളൂരിലേക്ക് പോവുകയെന്ന ട്രെയിനിനാണ് കണ്ണൂർ സൗത്തിനും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള പ്രദേശത്ത് വെച്ച് കല്ലേറുണ്ടായത്. ട്രെയിനിന്റെ C3 കമ്പാർട്ട്മെന്റിന്റെ ജനലിലാണ് കല്ലേറ് കൊണ്ടത്. ജനലിൽ തട്ടി കല്ല് പുറത്തേക്ക് തെറിച്ചതിനാൽ യാത്രക്കാർക്ക് പരിക്കേറ്റില്ല. പലപ്പോഴും ഈ ഒരു വന്ദേ ഭാരതിന്റെ ജനൽ ചില്ലുകൾ വളരെ കട്ടിയുള്ള ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതിനാൽ തന്നെയാണ് അത് ചിതറി യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിനോടകം എത്ര യാത്രക്കാർക്ക് ഇത്തരത്തിൽ കല്ലേറിൽ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി ആ സ്ഥിതി ഗുരുതരമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരാഴ്ച മുമ്പാണ് RSS മേധാവി മോഹൻ ഭാഗവത് യാത്ര ചെയ്യുകയെന്ന വന്ദേ ഭാരത് ട്രെയിനിന് നേരെയും കല്ലേറുണ്ടായതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരുന്നത്. ഉത്തർപ്രദേശിലെ കൗഡ ഗ്രാമത്തിന് സമീപത്ത് വെച്ചാണ് ട്രെയിനിന് നേരെ ആക്രമണമുണ്ടായതെന്നും അധികൃതർ അറിയിച്ചിരുന്നു. അദ്ദേഹം 2026 ഫെബ്രുവരി 19 വ്യാഴാഴ്ച വൈകുന്നേരം 3:20ഓടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ട്രെയിൻ ഡൽഹിയിലേക്കുള്ള യാത്ര തുടരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി കല്ലേറുണ്ടായത്. കല്ല് വന്ന് പതിച്ചതിനെ തുടർന്ന് ട്രെയിനിന്റെ ജനൽ ചില്ലുകൾ പൊട്ടിയതായി റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ ട്രാക്കിന് സമീപം ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന കുട്ടികളാകാം ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനമെന്നും പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. 8 മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നതെന്നും സർക്കിൾ ഓഫീസർ അങ്കിത് വിർഷ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സംഭവത്തിൽ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നേരെ മുൻപും സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ പോലീസ് അതീവ ജാഗ്രതയിലാണ്. കല്ലേറുണ്ടായെങ്കിലും സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ട്രെയിൻ യാത്ര തുടർന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. സംഭവത്തിൽ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും സംയുക്തമായാണ് നിയമ നടപടികൾ ഏകോപിപ്പിക്കുന്നത്. കേരളത്തിൽ സർവീസ് ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് വന്ദേ ഭാരതിന് നേരെ ആദ്യം കല്ലേറുണ്ടായത്. 2023 ഏപ്രിൽ 25-നാണ് തിരുവനന്തപുരത്ത് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ക്ഷണിക്കപ്പെട്ട അതിഥികളുമായിട്ടായിരുന്നു ട്രെയിനിന്റെ ആദ്യ സർവീസ്. 27 മുതലാണ് യാത്ര സർവീസ് ട്രെയിൻ ആരംഭിച്ചത്. ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കാത്തതിനെ ചൊല്ലി വിവിധ ഇടങ്ങളിൽ ആദ്യം പ്രതിഷേധമുണ്ടായിരുന്നു. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നേരെയുള്ള കല്ലേറ് തുടരുകയാണ്. ദേശീയ മാധ്യമങ്ങളിലും ഇത് വാർത്തയാകുന്നുമുണ്ട്. കല്ലേറ് എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത.
വന്ദേ ഭാരതിന് നേർക്ക് മാത്രമല്ല രാജധാനിക്ക് നേരെയും കല്ലേറ് നടക്കുന്നുണ്ട് ഇപ്പോൾ. ഏതായാലും റെയിൽവേ വളരെ കർശനമായ നിലപാടാണ് കല്ലേറുകാർക്കെതിരെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നത്. നിലവിലെ നിയമങ്ങൾ കുറെ കൂടി കർശനമാക്കാനും സർക്കാർ പദ്ധതി ഇടുന്നുണ്ട്. നിലവിലെ നിയമങ്ങൾ 1989 റെയിൽവേസ് ആക്ട് പ്രകാരമാണ് നിലവിൽ കല്ലേറുകാർക്കെതിരെ നടപടികളെടുക്കുന്നത്. ഈ നിയമത്തിലെ 153, 154 വകുപ്പുകളാണ് സാധാരണ പ്രയോഗിക്കുക. റെയിൽവേ നിയമത്തിലെ സെക്ഷൻ 153 പറയുന്നത് പ്രകാരം മനഃപൂർവ്വമായി ഒരു പ്രവൃത്തി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിലൂടെ റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയെ അപകടത്തിലാക്കുന്നതിനെതിരെ പ്രയോഗിക്കാനുള്ളതാണ് ഈ വകുപ്പ്. ഇങ്ങനെ ചെയ്യുന്നതിനാൽ അയാൾക്ക് 5 വർഷം വരെ തടവ് ലഭിക്കും. റെയിൽവേസ് ആക്ടിന്റെ 154 വകുപ്പ് പറയുന്നത് റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷയെ വീണ്ടും വിചാരമില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അപകടത്തിലാക്കുന്നതിനെതിരെ പ്രയോഗിക്കുന്ന വകുപ്പാണിത്. ഈ വകുപ്പ് പ്രകാരം 1 വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം. കേസിൽ കുടുങ്ങുന്നവരെ പരമാവധി വലയ്ക്കാൻ റെയിൽവേ പോലീസിനും കേരള പോലീസിനും അറിയാമെന്നത് കല്ലേറുകാർ ഓർത്തിരുന്നാൽ നല്ലത്. ചെറിയൊരു പിഴ നൽകി രക്ഷപ്പെട്ടു പോരാമെന്ന് കരുതാൻ ഇനി സാധിക്കില്ല. കർക്കശമായ നിലപാടെടുത്ത് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനാണ് പോലീസ് ശ്രമിക്കുക. ഈ വകുപ്പുകൾ കൂടാതെ മറ്റു വകുപ്പുകളും ചാർത്തപ്പെടാൻ സാധ്യത അവർ കണ്ടെത്തിയെന്നും വരാം. നിർഭാഗ്യകരമായ കാര്യം അധികം പേരിലും ശിക്ഷ നടപ്പാക്കാൻ റെയിൽവേക്ക് കഴിയാറില്ല എന്നതാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ആരാണ് ഇനി കല്ലെറിയുന്നവർ? പ്രാഥമികമായ ഉത്തരം മനോരോഗികൾ, കുട്ടികൾ എന്നൊക്കെയാണ്. കല്ലെറിയുന്നവരിൽ ഭൂരിഭാഗം പേരും ഇത്തരക്കാരാണ്. ഇവരെ ശിക്ഷിക്കാൻ കഴിയില്ല. മനോരോഗികളെ ആശുപത്രിയിലേക്കും കുട്ടികളെ കൗൺസിലിങ്ങിനും അയക്കാനാകും. 2017 മുംബൈയിലെ ചില ചേരികളിലൂടെ കടന്നു പോകുന്ന ട്രെയിനുകൾക്ക് നേരെ കല്ലേറ് വന്ന സംഭവങ്ങളുണ്ടായി. കാരണക്കാർ കുട്ടികളായിരുന്നു. തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ നേരിട്ട് ചെന്ന് കൗൺസിലിംഗ് നൽകിയാണ് കുട്ടികളുടെ കല്ലേറ് ശമിപ്പിച്ചത്. പിന്നീട് വരുന്ന വിഭാഗം സ്ഥിരബുദ്ധിയുള്ള മുതിർന്നവർ തന്നെയാണ്. അവർ പലതരം ഇച്ഛാഭംഗങ്ങൾ ബാധിച്ചവരാകാം. ഒരു ഉദാഹരണം പറയാം. ഉത്തരേന്ത്യൻ നാടുകളിൽ ഇത്തരം കല്ലേറുകൾ നടത്തിയ പ്രതികളെ പിടിച്ചപ്പോൾ അവർ പറഞ്ഞ ചില ന്യായങ്ങൾ രസകരമായിരുന്നു. കന്നുകാലികൾ ട്രെയിൻ ഇടിച്ചു മരിച്ചതിന് ശേഷം അവയുടെ ഉടമകൾ ആ രോഷം തീർക്കാൻ ട്രെയിനിനെ കല്ലെറിയാൻ തുടങ്ങിയതാണ്. മറ്റു ചിലർ വെറും ആനന്ദത്തിന് വേണ്ടി കല്ലെറിയുന്നവരാണ്. ചില്ലിലേക്ക് എറിയുന്നതും ചില്ല് പൊട്ടുന്നതും ഇത്തരക്കാരിൽ വലിയ ആനന്ദമുണ്ടാക്കുന്നു. സാറ്റിസ്ഫാക്ഷൻ റീൽസിൽ കാണാറുള്ള ചില്ല് പൊട്ടിക്കൽ നമ്മളും ആസ്വദിക്കാറുണ്ട്. ആസ്വാദനത്തിന് കുറെ കൂടി മുന്തിയ ഒരിനം എന്ന് കരുതിയാൽ മതി. വന്ദേ ഭാരതിന്റെ പ്രത്യേകത അതിന്റെ ചില്ലുകൾ കൂടിയാണ്. ഈ ചില്ലുകൾ കാണുമ്പോൾ അതൊന്ന് എറിഞ്ഞ് പൊട്ടിച്ചാലോ എന്ന് തോന്നുന്നവരാണ് ചിലർ. ഭോപ്പാൽ ഡൽഹി വന്ദേ ഭാരതിനെ കല്ലെറിഞ്ഞ ഫിറോസ് ഖാൻ എന്നൊരു 20കാരനെ പിടികൂടിയിരുന്നു. അവൻ പറഞ്ഞ കാരണം വെറുതെ ഒരു രസം എന്നായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട പയ്യന് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല. 7 ചെറിയ കുട്ടികളെയും ഗോളിയാർ പോലീസ് കല്ലേറിന് പിടികൂടിയിരുന്നു. എല്ലാവരും കുട്ടികളായതിനാൽ തന്നെ താക്കീത് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇടാൻ വേണ്ടി കല്ലെറിയുന്നവരുമുണ്ട്. ഇവരിൽ അധികവും കുട്ടികളാണ്. വന്ദേ ഭാരതിനെ കല്ലെറിഞ്ഞതിന്റെ പേരിൽ നിരവധി പേർ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും പിടിയിലായിട്ടുണ്ട്. കേരളത്തിന് പുറത്താണ് ഏറ്റവും കൂടുതൽ കല്ലേറുകൾ നടന്നിട്ടുള്ളത്. ഇവയിൽ പിടിയിലായവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മിക്കവരും കുട്ടികളോ കുട്ടികളുടെ മനോനിലയുള്ളവരുമാണ്. കല്ലെറിഞ്ഞ മുതിർന്നവരുടെ താല്പര്യം മനസ്സുഖം തന്നെയായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.